ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് താരൻ എങ്ങനെ മാറ്റാം. എപ്പോഴും എല്ലാവർക്കും ഒരു പ്രശ്നമാണ്, മുടി കൊഴിച്ചിലിനും മറ്റ് ചൂട് സമയത്ത് താരൻ വരുന്നു, ഡ്രൈ ഹെയർ ആകുമ്പോൾ താരൻ വരുന്നു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നു. താരൻ വന്നു കഴിഞ്ഞാൽ മുഖ്യമായിട്ടുള്ള പ്രശ്നം മുടി പൊഴിഞ്ഞു പോകുന്നു, അതുപോലെ തലയിൽ ചൊറിച്ചിൽ വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ഒരുപാട് താരം വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് ഒരു നാടൻ വിദ്യയിലൂടെ നമുക്ക് താരൻ എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇത് മറ്റേ കെമിക്കൽ പാക്കുകൾ പോലെ അരമണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ മാറിക്കിട്ടുന്നതല്ല. ഇതൊരു മുത്തശ്ശി വൈദ്യം എന്ന് തന്നെ പറയാം. എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ തലയിൽ താരൻ വരുമ്പോൾ എൻ്റെ മുത്തശ്ശി എനിക്ക് ചെയ്തു തന്നൊരു പാക്കാണ് ഞാനിവിടെ, പാക്കല്ല, ഒരു താളിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒന്നിലേറെ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പം പല പല പ്രശ്നങ്ങളും പിന്നാലെ വരും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒന്നിൽ കൂടുതൽ വട്ടം യൂസ് ചെയ്തതിന് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഈ തലയിലെ താരൻ ഒഴിവാക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഞെക്കുംതണ്ട് എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇതിന് മറ്റ് പേരുകളൊന്നും എനിക്ക് അറിയത്തില്ല. ഞെക്കുംതണ്ട് എന്നുള്ള ഒറ്റ പേര് എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി ഇത്ര വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ചെടിയുടെ ശിഖരങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്തരത്തിൽ ശിഖരങ്ങൾ അല്ലെങ്കിൽ ചെടിയുടെ തണ്ടുകൾ ശേഖരിക്കുക. ഒരു 3-4 തണ്ട് മതിയാവും. എടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടിക്കെട്ടി, ഒരു കനം കുറഞ്ഞ തണ്ടും കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിക്കെട്ടി വെക്കുക. കാരണം നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ സത്ത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കുറച്ചുകൂടെ എളുപ്പം എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വാട്ടുന്നത്. വാട്ടാനായിട്ട് വെക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അടുപ്പിലോട്ടൊക്കെ വെക്കുമ്പോൾ ഒരു സൈഡ് തിരിച്ചിങ്ങനെ കൊടുക്കുക. കാരണം ഇത് അധിക നേരം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അത് കാരണം പെട്ടെന്ന് തിരിച്ച് കൊടുത്ത് വാട്ടിയെടുക്കുക. വീട്ടിൽ അമ്മമാരോ അമ്മൂമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ചെയ്ത് എടുത്തൊന്ന് വാട്ടിത്തരും. അതിന് ശേഷം ഇതൊന്ന് ആറാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാറക്കല്ലിലോ എവിടെയെങ്കിലും തുണി കഴുകുന്ന കല്ലിലോ പാറക്കല്ലിലോ എവിടെയെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കുക. കുതിരാൻ വെച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിന് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒരു ചെറിയ വ്യത്യാസം വരും. കുറച്ചുകൂടെ ഒരു ചെറിയ തിക്കാവുമെന്നല്ല, ചെറിയൊരു നൂൽപ്പരുവം പോലെ. എന്നിട്ട് ഈ നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന തണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു എണ്ണപ്പരുവം പോലൊക്കെ കിട്ടും. എങ്കിലും അത്രയും ചെമ്പരത്തിത്താളി പോലൊക്കെ അത്രയും തിക്കായിട്ടുള്ള ഒരു രീതിയിൽ വരത്തില്ല. കുറച്ചുകൂടെ ലൂസായിരിക്കും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നന്നായിട്ട് എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ അരച്ചോ, അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിൽ തണ്ടുകളും കാര്യങ്ങളൊന്നും വരത്തില്ല. അരിക്കാതെ യൂസ് ചെയ്യാം. ഞാനിവിടെ അരിക്കാതെ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിനുശേഷം തലയിൽ മുടിയിലെ കെട്ടെല്ലാം എടുത്തതിന് ശേഷം നന്നായിട്ട് തലയിൽ എണ്ണ വെക്കുക. കാരണം ഈ താളി എന്ന് പറയുന്നത് കുറച്ചുകൂടി മുടി ഡ്രൈ ആക്കുന്ന ഒരു തരത്തിലുള്ള താളിയാണ്. ഇപ്പം താരം പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ മുടി കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചില്ലെങ്കിൽ, ഒട്ടും എണ്ണ തേക്കാതെയാണ് നമ്മൾ തേക്കുന്നതെങ്കിൽ മുടി ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യുക. തലയോട്ടിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്നതിന് ശേഷം താളി നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക. തേക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴുത്തിലും മുഖത്തും കയ്യിലും ഒക്കെ അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തലയിലെ സ്കാൽപ്പിൽ മാത്രം ആവുന്ന രീതിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറച്ച് അത്രയും അങ്ങ് തിക്കല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലും കഴുത്തിലും മുഖത്തുമൊക്കെ അധികമായിട്ട് വീഴും. ഇതിനൊരു ചെറിയൊരു ചൊറിച്ചിൽ പോലെ കയ്യിലൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ പോലെ വരും. നമ്മൾ ഇഞ്ചിയുടെയൊക്കെ പാക്ക് തേക്കുമ്പോൾ നമുക്ക് തലയിൽ ചെറിയൊരു നീറ്റൽ വരത്തില്ല, അതുപോലെ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ വരും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് തലയിലും കയ്യിലും മുഖത്തും ഒന്നും അധികം വീഴരുതെന്ന് പറഞ്ഞത്. അതിന് ശേഷം
ഓവറായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. തലയോട്ടിയിൽ മാത്രം തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 to 20 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റ് ഷാമ്പുവോ മറ്റ് തളികളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വെള്ളത്തിൽ തല കഴുകി കൊടുക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമില്ല. എന്നാൽ നിങ്ങൾ എങ്ങനെയാണോ കുളിക്കുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. മറ്റ് കെമിക്കലായിട്ടുള്ള ഷാമ്പൂസൊന്നും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് അത്രയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കുളിച്ചതിന് ശേഷം മുടി നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ ചീപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ചീപ്പി കൊടുക്കുക. അധികം മറ്റ് പൊടികളും കാര്യങ്ങളൊന്നും വരത്തില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീപ്പിൽ പൊയ്ക്കോളും. സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ഞാൻ പറയുകയാണ്, ഇത് ഒറ്റയടിക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പോകത്തില്ല. ആഴ്ചയിൽ ഒരു 2 വട്ടമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2 or 3 വട്ടമോ നിങ്ങൾ ഉപയോഗിക്കുക. എങ്ങനെയാണ് നമ്മുടെ തലയിൽ തോനെയും താരനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ യൂസ് ചെയ്യുക. പെട്ടെന്ന് ഒറ്റ വട്ടം തേക്കുന്നതുകൊണ്ട് മാറത്തില്ല, പതിയെ പോകത്തുള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ടും പോവും. മറ്റ് യാതൊരു സൈഡ് എഫക്റ്റും ഇതിനില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ തലയിലെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ചാനൽ അതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗമാവുന്ന രീതിയിലാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.